ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ മാസഫലം ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കൊല്ലവർഷം 1200-ാം ആണ്ട് മകരം 19-ാം തീയതി മുതൽ കുംഭം 16-ന് അവസാനിക്കുന്ന ഒരു മാസക്കാലം ആദിത്യൻ മകരം കുംഭം രാശികളിലായി തിരുവോണം അവിട്ടം ചതയം ഞാറ്റുവേലകളിലൂടെ സഞ്ചരിക്കുന്നു. ഫെബ്രുവരി 1-ാം തീയതി ചന്ദ്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിൽ തുടങ്ങി ഫെബ്രുവരി 28-ാം തീയതി ചതയം നക്ഷത്രത്തിൽ എത്തുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ചൊവ്വ മിഥുനത്തിൽ വക്രഗതിയിൽ പുണർതം നക്ഷത്രത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതിയിലും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും ബുധൻ മകരം കുംഭം രാശികളിലും ശുക്രൻ മീനൻ രാശിയിലുമായി സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ 2025 ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ 10ഉം 11ഉം ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗത്ത് ഉണർവുണ്ടാകും. അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നല്ല സ്വീകാര്യത ലഭിക്കും. മുൻപ് പല കാരണങ്ങളാൽ മാറ്റിവെച്ച കാര്യങ്ങൾ ഇപ്പോൾ നടത്തുവാൻ സാധിക്കും. ആദായത്തിൽ വർധനവ് ഉണ്ടാകും. ധനപരമായി ഉയർച്ച പ്രതീക്ഷിക്കാം. തൊഴിൽ തേടുന്നവർക്ക് അർഹമായ അവസരങ്ങൾ വന്നുചേരും. പ്രണയത്തിൽ സന്തോഷം ഭവിക്കും. ആഡംബര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാൻ കഴിയും. സർക്കാർ ജീവനക്കാർക്ക് പുരോഗതി ഉണ്ടാകും. ഡോക്ടർമാർക്കും മെഡിക്കൽ അനുബന്ധ ബിസിനസ്സുകാർക്കും നേട്ടമുണ്ടാകും. ചൊവ്വ 4-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്ക് മാറിയതിനാൽ ഭൂമി സംബന്ധിച്ച ഇടപാടുകളിൽ ലാഭമുണ്ടാകും. അയൽക്കാരുമായി രമ്യതയിൽ ആകും. ആരോഗ്യപരമായി ദോഷമില്ലാത്ത അവസ്ഥയാണ്. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചമുണ്ടാകും. ചിട്ടി, ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിൽ നേട്ടം ഉണ്ടാകും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഭൗതിക നേട്ടങ്ങൾക്ക് കാരണമാകും. ആദിത്യൻ, വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളും ഇഷ്ടഭാവങ്ങളിൽ തുടരുന്നതിനാൽ പദവികളിൽ ഉയർച്ചയുണ്ടാകും. ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ശ്രമം ഫലവത്താകും. ആദായം വർദ്ധിക്കുന്നതാണ്. വസ്ത്രങ്ങളോ ആഭരണങ്ങളോ സമ്മാനമായി ലഭിക്കും. വിശിഷ്ട ഭക്ഷണവും വിനോദാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. പ്രണയികൾക്ക് തടസ്സങ്ങളെ മറികടക്കാനാവും. ദാമ്പത്യ ജീവിതം സുഖകരമാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ തൃപ്തികരമായി പൂർത്തിയാക്കുവാൻ കഴിയും. രോഗഗ്രസ്തർക്ക് ചികിത്സ ഫലപ്രദമാകും. വസ്തു സംബന്ധിച്ച വ്യവഹാരം അനുകൂലമാകും. സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും സഹായം ലഭിക്കും. തൊഴിൽ മേഖല ലാഭകരമാകും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ഉണ്ടായേക്കാം. മനസ്സുഖം അനുഭവപ്പെടും. ചിട്ടി, ഇൻഷുറൻസ്, ലോട്ടറി മേഖലയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടക്കൂറുകാർക്ക് കൂടുതൽ അനുകൂലത ഉണ്ടാകും. ഇടവർക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ ആയിരിക്കും ലഭിക്കുന്നത്. ഔദ്യോഗിക രംഗത്ത് വളർച്ച വന്നുചേരും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവ് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയമായ സ്വാധീനം വർദ്ധിക്കും. മത്സരങ്ങളിൽ അനായാസേന ജയിക്കുവാൻ കഴിയും. ബിസിനസ് പുഷ്ടിപ്പെടുത്തുന്നതിന് കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കും. പ്രൊഫഷണലുകൾക്ക് കിടമത്സരങ്ങളിൽ മുന്നേറാൻ കഴിയും. ഇടവർക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. ധനവരവ് ഏറിയും കുറഞ്ഞും ഇരിക്കും. വായ്പകളുടെ തിരിച്ചടവ് ക്ലേശകരമാകും. പ്രണയസാഫല്യം, മത്സരങ്ങളിൽ വിജയം എന്നിവയും ഉണ്ടാകും. നറുക്കെടുപ്പിലൂടെ ധനാഗമം ഉണ്ടാകും. കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പ്രവണത കുറയുന്നതാണ്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞേക്കും. മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും ലഭിക്കും. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം 2-ാം പകുതിയിൽ
ആദിത്യൻ 10ാം ഭാവത്തിലേക്ക് മാറുന്നത് ആശ്വാസകരമാകും. കരാർ പണികൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ്. 10ാം ഭാവത്തിലെ ശനിയും ജന്മരാശിയിലെ വ്യാഴവും തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും. ബന്ധുക്കളുടെ പിന്തുണയും വേണ്ടപ്പെട്ടവരുടെ വിശ്വാസക്കുറവും വിഷമിപ്പിച്ചേക്കും. 11ലെ രാഹു നഷ്ടങ്ങളെ ലഘൂകരിക്കാനും ചെറിയ തോതിൽ നേട്ടങ്ങൾ സൃഷ്ടിക്കുവാനും കാരണമായേക്കും. ഭൗതിക നേട്ടങ്ങൾ കൂടും. കലാപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. പ്രണയാനുഭവങ്ങൾ ആഹ്ലാദകരമാകും. ദമ്പതികൾ കൂടുതൽ ഐക്യപ്പെടും. പഴയ വാഹനം മാറി പുതിയത് വാങ്ങുവാൻ കഴിഞ്ഞേക്കും. സന്താനങ്ങളുടെ ഉപരിപഠനം സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം നീങ്ങും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ ആവർത്തിത ശ്രമങ്ങൾ വേണ്ടിവരും. സ്വയം തൊഴിൽ മേഖലയിൽ ക്ലേശങ്ങൾ വർദ്ധിക്കും. വേണ്ടപ്പെട്ട ചിലരുടെ ഉപദേശം വഴിതെറ്റിക്കാൻ ഇടയുണ്ട്. ന്യായമായ ആവശ്യങ്ങളും പതിവ് കാര്യങ്ങളും വീഴ്ച വരാതെ നടന്നു കിട്ടും. സുഖഭോഗങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ നിരന്തരമായ ആവശ്യം നിറവേറ്റും. ജീവിത പങ്കാളിയുടെ ജോലിയിലെ വരുമാനം ഉപയോഗിച്ച് വസ്തുവോ വീടോ വാങ്ങുവാൻ ശ്രമിക്കുന്നതാണ്. ചെറിയ വിനോദയാത്ര സാധ്യമാകും. വിദേശത്തുള്ളവർക്ക് തൊഴിൽ മേഖലയിൽ സമാധാനം കുറയാം. അവിവാഹിതരുടെ വിവാഹാലോചനകൾ ത്വരിതഗതിയിലായേക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കും. മുതിർന്ന വ്യക്തികളുടെ പണം കൈകാര്യം ചെയ്യാൻ സന്ദർഭമുണ്ടാകും. കുടുംബ വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. കരാറുകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ വ്യവസ്ഥകൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് കൃത്യനിഷ്ഠ പാലിക്കാൻ വിഷമിക്കുന്നതായിരിക്കും. ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിൽ പാളിച്ചകൾ സംഭവിക്കാം. അന്യദിക്കിൽ താൽക്കാലികമായിട്ടാണെങ്കിലും ജോലി ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാകും. ചെറുകിട സംരംഭങ്ങൾ ആദായകരമാകും. ഏജൻസി കമ്മീഷൻ മേഖലകളിൽ ലാഭം വർദ്ധിക്കും. സംഘടനകളിൽ തർക്കങ്ങൾ ഉയരാം. സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. സാഹസ കർമ്മങ്ങൾക്ക് അനുകൂല സമയമല്ല. ചുമതലകൾ മറ്റാരെങ്കിലും ഏൽപ്പിക്കുന്നത് ഉചിതമായിരിക്കില്ല. പല മേഖലകളിൽ നിന്നും ധനം വന്നുചേരും. എന്നാൽ ചെലവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം വേണ്ടതുണ്ട്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. വാഹനം, ഭൂമി എന്നിവയുടെ ക്രയവിക്രയത്തിൽ ലാഭമുണ്ടാകും. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കും. സ്ത്രീ സൗഹൃദം സന്തോഷമാകും. തൊഴിൽ യാത്രകൾ വേണ്ടിവരുന്നതാണ്. ഓഹരി വിപണിയിലും ഊഹക്കച്ചവടത്തിലും നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിലെ ചൊവ്വയുടെ സഞ്ചാരവും നക്ഷത്രാധിപനായ വ്യാഴത്തിൻ്റെ വക്രഗതിയും ആദിത്യൻ്റെ അനിഷ്ട സഞ്ചാരവും മൂലം സർവ്വകാര്യങ്ങളിലും ഒരു കരുതൽ വേണം. പറയാത്ത കാര്യങ്ങൾക്കും ചെയ്യാത്ത കർമ്മങ്ങൾക്കും പഴി കേൾക്കേണ്ടി വരും. സുലഭ വസ്തുക്കൾ ദുർലഭമായേക്കും. ബുധൻ അനുകൂലമാകിയാൽ ദോഷാനുഭവങ്ങൾ ലഘൂകരിക്കപ്പെടും. പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും. ശാസ്ത്രീയ അന്വേഷണങ്ങൾ സംതൃപ്തി നൽകും. സുഖഭോഗങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കും. ഉന്നതരായ വ്യക്തികളിൽ നിന്നും പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. പുതിയ വാഹനം അധീനതയിൽ വന്നു ചേരുന്നതാണ്. സിംപോസിയങ്ങളിൽ ശോഭിക്കുന്നതാണ്. ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കാൻ ഇടയുണ്ട്. ക്ഷേത്രോത്സവാദികളുടെ നടത്തിപ്പിന് സമയം കണ്ടെത്തും. രാഷ്ട്രീയ പ്രവർത്തനം ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വയം തൊഴിൽ മേഖല ആദായകരമാകും. കൂട്ടുകച്ചവടത്തിൽ ലാഭം കുറയുന്നതാണ്. ചെറുതോ വലുതോ ആയ യാത്രകൾ വർദ്ധിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. പുതിയ വാഹനം വാങ്ങാൻ കഴിയുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ വന്നുചേരും. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കും. പാരമ്പര്യ വസ്തുക്കൾ സംബന്ധിച്ച തർക്കം ഉടലെടുക്കാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മനക്ലേശത്തിന് കാരണമാകുന്നതാണ്. മറ്റുള്ളവരുടെ ദോഷവശങ്ങൾ ചികഞ്ഞ് കണ്ടെടുക്കും. സ്വന്തം പരിമിതികളെ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ്. ചൊവ്വ ജന്മരാശിയിൽ നിന്നും മാറിയതിനാൽ ശോഭശീലം കുറയും. ബന്ധുക്കളുടെ ഉപദേശ നിർദ്ദേശങ്ങളെ നിരാകരിക്കുന്നതാണ്. ധനസ്ഥിതിയിൽ ആത്മവിശ്വാസം ഉണ്ടാകും. അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്
നക്ഷത്രനാഥനായ ബുധന് ആദിത്യനുമായി യോഗം വരുന്നതിനാൽ അധികാരികളുടെ പ്രീതി നേടുന്നതാണ്. തൊഴിലിൽ നൈപുണ്യമേറും. കാര്യനിർവഹണം സുഗമമാകും. വ്യവഹാരങ്ങളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം. വീട് പണിയിലെ തടസ്സങ്ങൾ അകലുന്നതാണ്. ഗവേഷണത്തിൽ സംതൃപ്തി ഉണ്ടാകും. കലാരംഗത്തുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ചില അഭിപ്രായ പ്രകടനങ്ങൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. ഗൃഹസ്ഥന്മാരായവർക്ക് കുറച്ചുകാലം പുത്രിയോടൊപ്പം പോയി താമസിക്കേണ്ട സാഹചര്യം വന്നു ചേരുന്നതാണ്. ചിട്ടി, ലോട്ടറി, ഇൻഷുറൻസ് ഇവയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനമോ വസ്തുക്കളോ തിരികെ ലഭിക്കും. പാരമ്പര്യമായിട്ടുള്ള തൊഴിലിനോട് താല്പര്യം കുറയും. അവ ഉപേക്ഷിക്കുവാൻ ആലോചനയുണ്ടാകും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാകും. മുൻപ് പരാജയപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ വലിയ പ്രയത്നം കൂടാതെ നേടിയെടുക്കാനാവും. ലക്ഷ്യം നേടാൻ ഒപ്പമുള്ളവരുടെയും കുടുംബത്തിൻ്റെയും അകമഴിഞ്ഞ പിന്തുണ ലഭിക്കും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതി പത്രങ്ങൾ തടസ്സം കൂടാതെ ലഭിക്കും. ബിസിനസ്സിൽ വ്യക്തത കൈവരുന്നതാണ്. സാങ്കേതിക കാര്യങ്ങൾ വിദഗ്ധരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്കും ലക്ഷ്യബോധം ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനും തൊഴിലാളികൾക്ക് ശമ്പള വർധനവും ഉണ്ടാകും. വ്യാപാരികൾക്ക് ലാഭം വർദ്ധിക്കും. 7ാം ഭാവത്തിൽ കണ്ടകശനി തുടരുന്നതിനാൽ ദാമ്പത്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണം. ചൊവ്വ 11ലേക്ക് മാറുന്നത് കാര്യങ്ങൾ ആശാവഹമാകും. ഭൂമി തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടേക്കും. ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശുക്രൻ്റെ ഉച്ചരാശിയിലെ സഞ്ചാരം ഗുണകരമാണ്. വ്യക്തിത്വം അംഗീകരിക്കപ്പെടും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. കർമ്മരംഗം ദീപ്തമാകും. തടസ്സങ്ങളെ അനായാസം മറികടക്കാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് ചുമതലകളും പദവികളും ഉയരും. സംരംഭങ്ങൾ ലാഭകരമാകുന്നതാണ്. വിദ്യാഭ്യാസത്തിലെ അലസത മാറി ഏകാഗ്രത ലഭിക്കും. തൊഴിൽ തേടുന്നവർക്ക് സഹകരണ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലി ലഭിക്കും. പ്രണയത്തിലും ദാമ്പത്യത്തിലും വിജയമുണ്ടാകും. എന്നാൽ അവയിൽ ചില മനപ്രയാസങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. സന്താനങ്ങളുടെ ആവശ്യങ്ങൾ ഒരു സമ്മർദ്ദമായി മാറും. വീട് പണി പുനരാരംഭിക്കാൻ കഴിയുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിച്ചേക്കാം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും. കഴിവുകൾക്ക് അംഗീകാരം വർദ്ധിക്കും. നിലപാടുകൾക്ക് തൊഴിൽ മേഖലയിൽ സ്വീകാര്യത വന്നെത്തും. രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കുന്നതാണ്. സ്വയം തൊഴിൽ മേഖലയിൽ ഉള്ളവർക്ക് വായ്പകൾ ലഭിക്കുവാൻ തടസ്സങ്ങൾ ഉണ്ടാവില്ല. സർക്കാരിൽ നിന്നുമുള്ള അനുമതികൾ യഥാസമയം ലഭിക്കും. കന്നിക്കൂറുകാർക്ക് ലാഭനഷ്ടങ്ങൾ കൂടിയും കുറഞ്ഞും ഇരിക്കും. മനസ്സ് അസ്വസ്ഥമാകും. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ വിഷമിക്കുന്നതാണ്. ദാമ്പത്യത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും ഭവിക്കുന്നത്. ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. ധനയോഗം ഉണ്ട്. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം ഉണ്ടാകും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനിയും വ്യാഴവും അനുകൂല ഭാവങ്ങളിൽ ആയതിനാൽ ജീവിതമൊട്ടൊക്കെ സ്വച്ഛന്തമായിരിക്കും. സാമ്പത്തികമായി നേട്ടമുണ്ടാകും. മനസ്സമാധാനം അനുഭവപ്പെടും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഉത്സാഹവും ഉന്മേഷവും അനുഭവപ്പെടും. പുതിയ അവസരങ്ങൾ സാമ്പത്തിക നേട്ടത്തിന് വഴിയൊരുക്കും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും. ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണങ്ങളിലോ നേട്ടമുണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും. കർമ്മരംഗത്ത് ആരോഹണവും അവരോഹണവും ആവർത്തിക്കുന്നതാണ്. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. സഹോദരങ്ങളുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ സഫലമാകും. പ്രണയികൾക്ക് ശുക്രൻ്റെയും രാഹുവിൻ്റെയും പ്രതികൂല സ്ഥിതിയാൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. കടബാധ്യതകൾ ഭാഗികമായി പരിഹരിക്കപ്പെടും. ഉപാസനകളും ദൈവിക സമർപ്പണങ്ങളും സാധ്യമാകും. കുടുംബത്തോട് ആലോചിച്ച് ഭാവി കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ വ്യാകുലപ്പെടുത്തും. കർമ്മരംഗത്ത് മാന്ദ്യം അനുഭവപ്പെടും. സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കും. പക്ഷെ പ്രാവർത്തികമാക്കാൻ തയ്യാറായേക്കില്ല. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകേണ്ടി വരും.
തൊഴിൽ തേടുന്ന സന്താനങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. കൂടുതൽ യാത്രകൾ വേണ്ടിവരുന്ന കാലമായിരിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാം. പ്രൊഫഷണലുകൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അയൽക്കാരുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വിജയിക്കും. കലഹപ്രേരണകളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അന്യസംസ്ഥാനത്ത് പഠിക്കുന്നവർക്ക് അവധിക്കാലത്ത് നാട്ടിലെത്താനാകും. സ്വയം തൊഴിൽ മേഖലയിൽ പങ്കാളിയെ തേടും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സന്തോഷം അനുഭവപ്പെടും. കുടുംബസൗഖ്യം ഉണ്ടാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിലവിലുള്ള സ്ഥിതിഗതികൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ ഇടയില്ല. തൊഴിൽ രംഗത്ത് ഉയർച്ചയും താഴ്ചയും ആവർത്തിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ വിഷമിക്കും. വാഹനത്തിന് അറ്റകുറ്റപ്പണി വരാൻ ഇടയുണ്ട്. ഭോഗസുഖവും കുടുംബജീവിതത്തിൽ സംതൃപ്തിയും പ്രതീക്ഷിക്കാം. ഭാവനാശാലികളായ കലാകാരന്മാർക്ക് സന്തോഷിക്കാനാകും. പലതരത്തിലുള്ള യാത്രകൾ ഭവിക്കുന്നതാണ്. പ്രയോജനകരമാകുന്ന ചില യാത്രകളും ഉണ്ടാകും. പെൻഷൻ പറ്റിയവർക്ക് ആനുകൂല്യങ്ങൾ മിക്കതും ലഭിക്കാനിടയുണ്ട്. സർക്കാരിൽ നിന്നും അനുകൂല ഗുണങ്ങൾ ഉണ്ടാകും. മധുരവാക്കുകളുമായി അടുത്തുകൂടുന്നവർ പലരിൽ നിന്നും അനുഭവങ്ങൾ നല്ലതായിരിക്കണം എന്നില്ല. കുടുംബിനികൾക്ക് മാനസിക അസ്വസ്ഥത അനുഭവപ്പെടും. തസ്കര ശല്യത്തിനും സാധ്യതയുണ്ട്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിപരീത സാഹചര്യങ്ങളിൽ ജീവിക്കാൻ കഴിയും. എതിർ ശബ്ദങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമായി കരുതും. തുലാക്കൂറുകാർക്ക് വ്യാഴവും ആദിത്യനും അനുകൂല ഭാവത്തിൽ അല്ലാത്തതിനാൽ നേട്ടങ്ങൾ കരഗതമാകുവാൻ സഹിഷ്ണുതയോടെ കാത്തിരിക്കേണ്ടി വരും. വലിയ പ്രൊജക്റ്റുകളുടെ ചുമതല ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം. ഏജൻസി കമ്മീഷൻ മേഖലകളിൽ ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാകും. സ്വയം തൊഴിൽ മേഖലയിൽ പുരോഗതിക്കായി കടം വാങ്ങേണ്ടി വരും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്കും വക്കീലന്മാർക്കും അനുകൂല സമയമാണ്. ആത്മീയ സാധനങ്ങൾ തടസ്സപ്പെടാം. പുത്രൻ്റെ വാക്കുകൾ മനസ്സിനെ വിഷമിപ്പിക്കാൻ ഇടയുണ്ട്. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ചികിത്സാ മാറ്റം ആവശ്യമായി വന്നേക്കും. വൃശ്ചിക കൂറുകാർക്ക് അഭ്യുദയങ്ങൾ ഭവിക്കും. ധനലാഭം പ്രതീക്ഷിക്കാം. തൊഴിലിൽ വളർച്ച പ്രകടമാകും. രാഷ്ട്രീയ സ്വാധീനം ഒപ്പമുള്ളവർക്ക് ബോധ്യമാകുന്നതാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന രംഗം ഉന്മേഷഭരിതമാകും. ചിട്ടിയിലും ലോട്ടറിയിലും മറ്റു ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. ഉദ്യോഗമായാലും വ്യാപാരമായാലും കരാർപ്പണികളായാലും പുരോഗതി വന്നെത്തും. ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഏകോപിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിനകത്തും പുറത്തും നിന്ന് നിർലോഭമായ പിന്തുണ ലഭിക്കും. ഗ്രഹനവീകരണം വലിയ ചെലവില്ലാതെ പൂർത്തിയാക്കുവാൻ കഴിയും. സാഹിത്യം, അഭിനയം, സംഗീതം തുടങ്ങിയ മേഖലയിൽ കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കും. യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ ശുഭതീരുമാനം ആകും. അന്യനാട്ടിൽ പഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. സൈനിക മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ്. സ്ത്രീ സുഹൃത്തുക്കൾ മൂലം നേട്ടമുണ്ടാകും. രോഗഗ്രസ്തർക്ക് പുതിയ ചികിത്സ വേണ്ടിവരും. അഷ്ടമത്തിലെ ചൊവ്വ മനക്ലേശം സൃഷ്ടിച്ചേക്കും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു നവോന്മേഷം അനുഭവപ്പെടും. തൊഴിൽപരമായ സന്ദേഹങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. മേലധികാരികൾ ഉപദേശം തേടിയെത്തും. സ്വയം തൊഴിൽ മേഖല ലാഭകരമാകുന്നതാണ്. പങ്കാളിത്ത ബിസിനസ് മെച്ചപ്പെടും. പിതാവിന് പലതരം ശ്രേയസ്സുകൾ വന്നുചേരും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. ഗവേഷണ രംഗത്ത് ഉയർച്ച പ്രതീക്ഷിക്കാം. അവിവാഹിതരുടെ ദാമ്പത്യ സ്വപ്നങ്ങൾ സഫലമാകുവാൻ സാഹചര്യം ഉണ്ടാകും. വീട് മോടി പിടിപ്പിക്കും. പുതിയ വാഹനം വാങ്ങുന്നതാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും. അനുബന്ധ ജോലിയിൽ നിന്നും പണം വന്നുചേരും. ചൊവ്വ അനുകൂല ഭാവത്തിൽ അല്ലാത്തതിനാൽ ആരോഗ്യകാര്യത്തിൽ അലംഭാവം ഉപേക്ഷിക്കണം. ഭൂമി ക്രയവിക്രയത്തിൽ നഷ്ടം സംഭവിക്കാം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലവിധ ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. അധികാരികളുടെ അനാവശ്യ സമ്മർദ്ദങ്ങളും അലച്ചിലും ഒഴിവാകും. സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും. എന്നാൽ അവ നടപ്പിലാക്കുവാൻ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ആവശ്യങ്ങൾ നിറവേറ്റാൻ കൈവായ്പകളെ ആശ്രയിക്കേണ്ട സ്ഥിതി വന്നേക്കും. സഹോദരങ്ങളുടെ സഹായം സ്വീകരിക്കും. സന്താനം മുഖേന ധനനഷ്ടം സംഭവിക്കാം.
സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ധനത്തിന് കാലതാമസം നേരിടും. ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയും. വിദ്യാഭ്യാസ കാര്യത്തിൽ മുന്നേറുവാൻ കഴിയും. ഭൗതിക വിനോദങ്ങളിൽ താൽപ്പര്യമുണ്ടായിരിക്കും. കുടുംബത്തിന് സ്വന്തമായ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കും. വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആശുപത്രിവാസത്തിലേക്ക് നയിച്ചേക്കും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്ര അനുഭവങ്ങളുടെ മാസമായിരിക്കും. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ അത്യധ്വാനം വേണ്ടിവരും. പലരും നൽകിയ ഉറപ്പുകൾ പാഴായേക്കും. തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹം സഫലമാകും. ദൂരദിക്കിലായിരിക്കും ജോലി ലഭിക്കുവാനുള്ള സാധ്യത. വീട്ടിൽ നിന്നും വിട്ടുനിൽക്കേണ്ട സ്ഥിതിയും വന്നുചേരും. അനുബന്ധ തൊഴിലിൽ നേട്ടമുണ്ടാകും. യാത്രകൾ കൊണ്ട് കാര്യലാഭവും ധനലാഭവും ഉണ്ടാകും. കേസുകളിൽ അനുകൂല വിധി നേടും. സാമ്പത്തിക ഞെരുക്കത്തിന് അയവ് വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സ്വാഭാവികമായ ഉയർച്ച ഉണ്ടാകും. സന്താനങ്ങളുടെ ഉപരിപഠനത്തിലെ ആശയക്കുഴപ്പം നീങ്ങുന്നതാണ്. നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചരാശിയിലേക്ക് മാറിയതിനാൽ തൊഴിൽ മേഖലയിലും വ്യക്തിജീവിതത്തിലും ഉയർച്ചയുണ്ടാകും. ആരോഗ്യപരമായി ജാഗ്രത വേണം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ആദിത്യൻ തൻ്റെ ശത്രുവായ ശനിയുടെ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ അനുഭവങ്ങൾ അത്ര ഗുണകരമാകില്ല. കാര്യങ്ങളുടെ സുഗമതയ്ക്ക് ഭംഗം സംഭവിക്കും. ശത്രുക്കളെ പ്രതിരോധിക്കാൻ ക്ലേശിച്ചേക്കും. നേട്ടങ്ങൾ കൈവശമെത്താൻ കാലതാമസം നേരിടും. ജോലി തേടുന്നവർക്ക് കാത്തിരിപ്പ് നീളും. വിദ്യാർത്ഥികൾക്ക് അന്യസംസ്ഥാനത്ത് പഠനത്തിന് അവസരം ലഭിക്കുന്നതാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അവസരം അനുകൂലമാണ്. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. ആഗ്രഹിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരേ ദിക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കണമെന്നില്ല. കടബാധ്യത ഭാഗികമായി പരിഹരിക്കും. ബിസിനസ് യാത്രകൾ നിരന്തരമായി ഉണ്ടായേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണം. സ്ത്രീകളുടെ പിന്തുണയും പ്രോത്സാഹനവും ലഭിക്കുന്നതാണ്. വയോജനങ്ങൾക്ക് മകൾക്കൊപ്പം താമസിക്കേണ്ട സാഹചര്യം വന്നേക്കാം. രോഗഗ്രസ്തർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കും. മാനസിക ഉല്ലാസത്തിന് അവസരം വന്നുചേരും. പ്രണയം വിവാഹത്തിൽ കലാശിക്കും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസികം ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ആഗ്രഹ സബലീകരണത്തിന് കുറുക്കുവഴികൾ തേടും. ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. പുതിയ സംരംഭങ്ങൾക്ക് ലഭിക്കേണ്ട സർക്കാർ അനുമതികൾ വൈകുന്നതാണ്. നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ച് പുതിയ തൊഴിൽ തേടുന്നത് ആശാവഹമല്ല. വ്യാഴം അനുകൂല ഭാവത്തിൽ ആയതിനാൽ ധനപരമായ സ്ഥിതി മോശമാകില്ല. ന്യായമായ ആവശ്യങ്ങൾ ഭംഗിയായി തന്നെ നിർവഹിക്കപ്പെടും. ഒപ്പം ആഡംബരത്തിനായുള്ള ചെലവുകളും കൂടും. സൗഹൃദം മെച്ചപ്പെടുന്നതാണ്. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ കരുതൽ വേണം. ദാമ്പത്യ ജീവിതത്തിൽ സമ്മിശ്ര അനുഭവങ്ങൾക്കാണ് സാധ്യത. ഭൂമിയുടെ ക്രയവിക്രയത്തിൽ നഷ്ടം സംഭവിക്കാം. പ്രായമായി നിൽക്കുന്നവരുടെ വിവാഹം നടക്കും. പല രംഗങ്ങളിലും വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉന്നമനത്തിൽ ഉത്കർഷേച്ഛ ഉണ്ടായാലും പ്രവർത്തനത്തിൽ പ്രതിഫലിക്കാൻ സാധ്യത കുറവാണ്. കുംഭക്കൂറുകാർ എതിർപ്പുകളെ മറികടക്കാൻ ശക്തിയുള്ളവരാകും. മകരക്കൂറുകാർക്ക് അല്പം പകച്ചു നിൽക്കേണ്ടി വരും. സർക്കാരിൽ നിന്നും നേരിട്ടോ അല്ലാതെയോ ലഭിക്കേണ്ട കാര്യങ്ങൾ തടസ്സപ്പെടാൻ ഇടയുണ്ട്. പൊതുപ്രവർത്തകർ യശസ് നഷ്ടപ്പെടാതെ നോക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സാഹചര്യം വന്നേക്കാം. സുഹൃത്തുക്കളുടെ അഭിലഷണീയമല്ലാത്ത പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യും. തന്മൂലം അവരുടെ വിരോധം സമ്പാദിക്കാനും സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണത്തിൽ ഇടയ്ക്കിടെ തടസ്സം നേരിടും. എങ്കിലും മുന്നോട്ടു പോകുവാൻ സാധിക്കും. വിദേശത്തു നിന്നുള്ള ബന്ധുവിൻ്റെ സഹായം ലഭിക്കും. സഭകളിലും സംഘടനകളിലും ശോഭിക്കും. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവതരിപ്പിക്കും. കുടുംബ വസ്തുക്കൾ ഭാഗം വയ്ക്കാൻ തീരുമാനിക്കുന്നതാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രവിയും ശനിയും രാഹുവും തുടങ്ങിയ പാപഗ്രഹങ്ങൾ വലയം ചെയ്ത് നിൽക്കുന്നതിനാൽ കാര്യതടസ്സം ഉണ്ടാകുന്നതാണ്. കർമ്മനിർവഹണത്തിൽ ബാഹ്യശക്തികൾ ഇടപെടുന്നതായി തോന്നിയേക്കും. പല കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. തൊഴിലിൽ സമ്മർദ്ദമുണ്ടാകും. പുതിയ സംരംഭങ്ങൾക്ക് മുതൽ മുടക്കുവാൻ ഇപ്പോൾ അനുകൂല സമയമല്ല. ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും.
ശത്രുക്കളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കും. ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും. ബന്ധുക്കളുമായുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കും. വാഹന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. ശുക്രൻ്റെ അനുകൂല സ്ഥിതിയാൽ സുഖഭോഗങ്ങളും ഉണ്ടാകും. മധുരമായി സംസാരിക്കും. പ്രണയം പുഷ്കലമായേക്കും. കലാപ്രവർത്തനം സുഗമമാകും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശുക്രൻ്റെ വക്രഗതി മൂലം മുൻ തീരുമാനങ്ങൾ പുനരാലോചിക്കേണ്ടി വരുന്നതാണ്. കർത്തവ്യങ്ങൾക്ക് മറവി സംഭവിക്കാം. ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ആലസ്യം ശാരീരിക അവശതകളും നൽകിയേക്കും. കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും. ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ശ്രദ്ധയുണ്ടാവണം. കുംഭക്കൂറുകാർക്ക് വസ്തുവിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. കൃഷികാര്യങ്ങളിൽ താൽപ്പര്യം കൂടും. പൂർവിക സ്വത്ത് അധീനതയിൽ വന്നുചേരും. വിദ്യാർത്ഥികൾക്ക് അന്യദേശത്ത് ഉപരിപഠനത്തിന് സാഹചര്യം ഇണങ്ങിവരും. സഹപ്രവർത്തകരുടെ തെറ്റിദ്ധാരണ നീക്കാൻ ശ്രമിക്കും. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജാഗ്രത വേണം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിലെ രാഹുവും 7ര ശനിയും കാര്യങ്ങൾ തലകീഴായി മറിയുന്നത് പോലെ തോന്നും. മാസം ആദ്യപതി ആദിത്യൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സ്ഥിതിഗതികൾ ആശാവഹമാണ്. ഉദ്യോഗത്തിൽ അധികാരം സ്ഥാപിക്കുവാനാകും. മനഃശക്തിയോടെ എതിർപ്പുകളെ മറികടക്കുന്നതാണ്. കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കും. പൊതുജന മധ്യത്തിൽ അംഗീകാരം ഉയരും. രാഷ്ട്രീയ നേട്ടങ്ങൾ വന്നുചേരും. മത്സരങ്ങളിലും വിജയിക്കുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും. പൈതൃക സ്വത്തിൽ നിന്നും ധനാഗമം ഭവിക്കും. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ലാഭത്തിലായേക്കും. ശുക്രൻ്റെ അനുകൂല സ്ഥിതിയാൽ പ്രണയസാഫല്യം ഭോഗസുഖവും ലഭിക്കും. ഇടയ്ക്ക് ചെറു പരാജയങ്ങളും ഉണ്ടായേക്കാം. അത്യധ്വാനം കൊണ്ട് പ്രവർത്തന വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് മേഖല ലാഭകരമാകും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലവിധ തടസ്സങ്ങളാൽ നിലച്ചുമായ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കഴിയും. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ സ്ഥാനക്കയറ്റമുണ്ടാകും. വേതനം വർദ്ധിച്ചേക്കും. കരാറ് പണികളിലെ കുടിശ്ശികയായി കിട്ടാനുള്ള തുക ലഭിക്കുന്നതാണ്. ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചവർക്ക് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട തുക കൈവശമെത്തും. സുഹൃത്തുക്കൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ അകലുന്നതാണ്. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തെളിയും. പിതാവിൻ്റെ ഉപദേശങ്ങൾ ക്ലേശങ്ങളകറ്റും. സാഹിത്യകാരന്മാർക്ക് പ്രശസ്തി ഉണ്ടാകും. തൊഴിൽ യാത്രകൾ കൂടും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. ഭാഗ്യദേവത നന്നായി കടാക്ഷിക്കും. നറുക്കെടുപ്പ്, ചിട്ടി, ലോട്ടറി ഇവയിലൂടെ ധനാഗമത്തിന് സാധ്യതയുണ്ട്. ദൂരസ്ഥലത്തു നിന്നുള്ള സഹോദരങ്ങൾ സഹായിക്കും. ആരോഗ്യ പരിശോധനകളിൽ അലംഭാവം അരുത്. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.